സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഒരു സങ്കടകരമായൊരു കാര്യം പറയാനാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ വണ്ടി ഉണ്ടാവും, ഇതാണ് നമ്മളെ സ്വിഫ്റ്റ്, മാരുതിൻ്റെ സ്വിഫ്റ്റ്. നമ്മളെല്ലാവരും അടിപൊളിയാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ വണ്ടീൻ്റെ കോലം കണ്ടോളൂ. ഇത് ആക്സിഡൻ്റ് ആയത് അങ്ങനെ, ഇതിൻ്റെ ഫ്രണ്ട് പോയിട്ട് ഇടിച്ചതാണെന്ന് പറയുന്നുണ്ട്, ബാക്കാണ് സംഭവം തകർന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഈ പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞിട്ടുണ്ട്. 2 പേര് ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടീൻ്റെ ശരിക്കുള്ള ഒരു അവസ്ഥ ഒന്ന് കണ്ടോക്കി നിങ്ങൾ. ഓക്കെ, ഇതാണ് വണ്ടീൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ ഭാഗം ഒന്നും സംഭവിച്ചില്ല, ബാക്ക് തവിട് പൊടി. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിടിച്ച് ബാക്കിൽ വണ്ടി വന്നിടിച്ചതല്ല, നിർത്തിയിട്ട ലോറിയിൽ ഇങ്ങനെ ബാക്ക് എങ്ങനെ അടിച്ചെന്നുള്ളതാണ് അത്ഭുതം. അതായത് ബ്രേക്ക് പിടിച്ചപ്പോൾ തിരിഞ്ഞ് ഇടിക്കാനാണ് സാധ്യത. അങ്ങനെ ഇടിച്ചിട്ട് ഈ വണ്ടി ഇങ്ങനെ തകരണമെങ്കിൽ, ഈ വണ്ടിൻ്റെ എന്താ പപ്പടം പൊടിയണ പോലെ പൊടിയണമെങ്കിൽ ഈ വണ്ടിൻ്റെ അവസ്ഥ എന്താ? ഇതിൻ്റെ ബോഡിയൊക്കെ എന്താ ഇപ്പോൾ വേറെ? ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ സെയിലായി പോകുന്ന വണ്ടിയാണിത്. ഓ, കാണാൻ വയ്യ. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ പറയാൻ വയ്യ, ടയറൊക്കെ പറ്റ പോയിന്. 2 ടയറും ബാക്കത്തെ 2 ടയറും പറ്റ പോയിന് കേട്ടോ. ഇത് കണ്ടോ ടയറിൻ്റെ ഒക്കെ നോക്കിയാണ്. ടയറൊക്കെ നാട്ടുകാരനായ ഒരാള് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞോട്ടെ. ഇത് അരിത്തോട്ട് വലിയ പറമ്പ് നാഷണൽ ഹൈവേയിൽ 6 വരിപ്പാതയിൽ നിർത്തിയിട്ട ലോറിക്ക് ബാക്കിൽ വന്ന് ഇടിച്ച ഇതാണ്. 2 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട്. 5 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. മൂലരുട്ടികളാണല്ലേ? 2 പേര് മൂലരുട്ടികൾ. 2 പേര്, ഒരാൾ അപ്പം തന്നെ മരിച്ചു, ഒരാൾ MKG കൊണ്ടുപോയി. അവിടുന്ന് ഒരാൾ മരിച്ചു. നിർത്തിയിട്ട ലോറിക്ക് രാത്രി സേഫ്റ്റി ഇല്ലാതെ, സിഗ്നലും ഇല്ലാതെ ലോറി നിർത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ പെട്ടെന്ന് കാണാതായപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ കറങ്ങിയിട്ട് ബാക്ക് ഇടിച്ചതാണ്. ഒരു ലോറിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിൻ്റെ ഫ്രണ്ടല്ല തകരല്. എന്നാൽ ബ്രേക്ക് ചെയ്തപ്പോൾ കറങ്ങിയിട്ട് ബാക്ക് പോയി ഇടിച്ചിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ചിന്തിച്ച് നോക്കിയാണ് ഇതൊക്കെ. അതൊന്ന് വളരെ വിഷമകരമായിട്ടൊരു സംഭവം. 2 പേര്, 2ഉം എന്താ പറയുക, 2 മൂലരുട്ടികൾ, നമ്മൾ തലക്കടത്തൂരുള്ള മൂലരുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേയിൽ ഇനി ഇങ്ങനത്തെ അപകടങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വെച്ചാൽ നമ്മളിവിടുത്തെ ആളുകൾക്ക് ഇതിന് ഡ്രൈവിംഗ് അറിയില്ല. ഈ റോഡിലൂടെ എങ്ങനെ പോകണം, എങ്ങനെ വരണം എന്ന് ഇനിയും പഠിക്കാനുണ്ട്. ഇതെന്നാലും നമുക്ക് പറയാൻ മറ്റൊരു കാര്യമുണ്ട്. ഇതാണ് ഈ നേരായിട്ട് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇതിങ്ങോട്ട് ക്രെയിന് മാറ്റി താഴത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഒരു വാഹനം നിർത്താൻ പാടില്ല, മേലൊന്നും ഒരു വാഹനം സൈഡാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഒരു ലോറി അവിടെ സൈഡാക്കിയെങ്കിൽ ആ ലോറിക്കാരനടുത്താണ് പ്രധാനമായിട്ട് തെറ്റുള്ളത്. അവിടെ സൈഡില്ലല്ലോ, പിന്നെ നിർത്താൻ പാടില്ലല്ലോ, പിന്നെ വണ്ടി വന്ന് ഇടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാത്രിയിലല്ലേ, മഴ സമയം. ഓ, വല്ലാത്തൊരു ദുരന്തം കേട്ടോ. കാരണം വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മരണങ്ങളാണ്. കണ്ടില്ലേ? ഒന്നുമില്ല, വാഹനം ഇനി ഒന്നിനും പറ്റില്ല, ഡെഡാണ്, നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ അപകടം നടന്ന പ്രധാന ഏരിയ ആയിട്ട് ഈ കാണുന്നത്. ഇവിടെ വെച്ചാണ് അപകടം. ഇനി എക്സിറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ചാണോ എന്താണോ എന്നല്ല, കാരണം ഇവിടെ വെച്ചാണ് അപകടം കഴിഞ്ഞിട്ടുള്ളത്. കാരണം അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഓരോ സംഭവങ്ങളും, പുസ്തകന്മാരെ തൊപ്പി വരെ ഇവിടെ കിടക്കുന്നുണ്ട്. അപകടം, വണ്ടി തവിട് പൊടിയായ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് എക്സിറ്റ് ഏരിയയാണ്. ഈ എക്സിറ്റ് ഏരിയയിൽ സംഭവിച്ച കാര്യം കണ്ടില്ല നിങ്ങൾ? എന്തായാലും പരമാവധി റോഡിൽ കൂടി പോകാൻ ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകിച്ച് ഈ റോട്ടിലൊന്നും ഒരിക്കലും ഈ NH66 വാഹനങ്ങൾ പോയിട്ട് എന്ത് ചെയ്യരുത്, നിർത്തരുത്. വലിയ വലിയ വാഹനങ്ങൾ നിർത്തരുത്. കാരണം അത്രയും സ്പീഡിൽ പോണ ഒരു ഏരിയയാണ്. വരുന്ന സ്പീഡ് നോക്കിയാണ്. ഇത് അരീത്തോട് വലിയ പറമ്പ് ഏരിയ കേട്ടോ. അരീത്തോട് കറക്റ്റ് അവിടെ ബോർഡ്, അരീത്തോട് വലിയ പറമ്പ് ഏരിയ. ഇവിടെ ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. എക്സിറ്റ് ഏരിയയാണ് ഇത് കേട്ടോ. അപ്പോൾ വാഹനം ഏകദേശം ഈ ഒരു ഗ്യാപ്പിൽ, ആ ബസ് നിൽക്കുന്ന ആ ഗ്യാപ്പിൽ നിന്നാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ അല്ലേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് തിരിഞ്ഞിടിച്ചാണ്. നിർത്തിയിട്ട ലോറിയിൽ എങ്ങനെ ഇതിൻ്റെ ബാക്ക് ഇടിച്ചെന്ന് നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലായി. തിരിഞ്ഞതാവും, ബ്രേക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞ്
ഇടിച്ചതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ഓരോ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലാവാഞ്ഞപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ആ ലോറി ഇവിടെ കിടക്കുന്നുണ്ട്. ചെമ്മാടനുണ്ട് ആ ലോറി കേട്ടോ. ചെമ്മാട് താലൂക്ക് ഓഫീസിൻ്റെ അടുത്തായിട്ട് ഉണ്ട്, കണ്ടില്ലേ? ലോറിക്ക് വലിയ പരിക്കൊന്നുമില്ല, ബാക്ക് ഭാഗം ചുളുങ്ങിയതാണ്. അപ്പോൾ 666 നിർത്തിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ആ കാർ അടിച്ചിടണമെങ്കിൽ കാർ അത്യാവശ്യം സ്പീഡിലായിരിക്കാം, ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായില്ല, മഴയുള്ള സമയമായിരുന്നല്ലോ അല്ലേ. അപ്പോൾ NH66 പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ സ്പീഡ് ഇപ്പോൾ മാക്സിമം ഓവർ സ്പീഡ് 80 സ്പീഡാണ്, അത് കടക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രത്യേക ന്യൂസ് ഇപ്പം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, കാരണം ഇതുപോലെ ലോറികളൊക്കെ സൈഡിലൊക്കെ നിർത്തിടാൻ, ലോങ് വണ്ടികളൊക്കെ നിർത്തിടാൻ സാധ്യതയുണ്ട്, ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. ചിലപ്പം ഉറങ്ങാൻ വേണ്ടി നിർത്തിടാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു സംഭവം. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടുള്ളത്.